പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്നിരിക്കുന്നത് നമുക്ക് പുതിയൊരു അധ്യാപകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ വേണ്ടിയാണ്. അദ്ദേഹം നമുക്ക് മാത്രമാണ്, നമ്മുടെ ചാനലിന് മാത്രമാണ് പുതുമുഖം. വർഷങ്ങളായിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ മേഖലകളിൽ PSC UPSC നിലവാരമുള്ള ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു GK അധ്യാപകനാണ്. ഞാനിപ്പോൾ ചലഞ്ചറിൽ വന്നിട്ട് 8 മാസത്തോളം ആകുന്നു. ഒരുപാട് അധ്യാപകരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. നമ്മുടെ യൂട്യൂബ് ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന ഒരു സന്തോഷവേളയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വളരെ വേഗത്തിലാണ് വളർന്നത്. 85,000-ഓളം ഫോളോവേഴ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് ഫേസ്ബുക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് മെൻറ്റർഷിപ്പ് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മളാണ്. ഒരുപാട് മാറ്റങ്ങളും വളർച്ചയുമാണ് ചലഞ്ചറിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ, പ്രത്യേകിച്ച് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാറുന്ന PSCക്ക് ഒരു മുഴം മുമ്പേ എന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യാപകനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അശ്വിൻ സാറ്. അശ്വിൻ സാറ്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമുക്കാണ് പുതുമുഖം, നമ്മുടെ ചാനലിന് മാത്രമാണ്. നിങ്ങൾക്കെല്ലാം നേരത്തെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ പഠിപ്പിച്ച് പരിചയമുള്ളൊരു അധ്യാപകനാണ്. സോ അശ്വിൻ സാറിനെ നമുക്ക് ചലഞ്ചറിലേക്ക് സ്വാഗതം ചെയ്തോളൂ. നമസ്കാരം. എനിക്ക് സാറിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് സാറിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. കാരണം സാറ് 2022 ഈ ഡിഗ്രി പ്രിലിംസ് വരുന്നത്. അന്ന് മുതൽ എഴുതിയ എല്ലാ ഡിഗ്രി പ്രിലിംസിലും വന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ PSC മാറിയ സമയത്താണ് ഇവരൊക്കെ പരീക്ഷ എഴുതി തുടങ്ങുന്നത്. ഇപ്പോൾ സാറ് SI ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ലീവിലാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഈ SI ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അത് ലീവ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പാഷന് വേണ്ടി വന്നിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും എനിക്ക് സാറിനോട് ആദ്യം ചോദിക്കാനുള്ളത് ഈ മേഖലയിലെ സാറിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും പറയാം സാർ. ഞാൻ 2018 എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്നത് സാർ. അപ്പോൾ അതിനുശേഷം ഞാൻ സ്വയമാണ് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ അങ്ങനെ ഒരു അക്കാഡമിയിലോ കാര്യങ്ങളോ ഒന്നും ചേർന്നിരുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ആ സമയത്ത് ഞാൻ സ്വീകരിച്ച ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ച് നമുക്ക് കുറച്ച് ബെറ്റർ ആവുമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സാർ ഞാൻ എൻ്റെ 2018 തൊട്ട് തന്നെ ചെറിയ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലും ഒക്കെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. അതോടൊപ്പം നമ്മൾ പഠിച്ച് 2020 ആയപ്പോഴേക്കും നമ്മൾ ഭയങ്കര അത്യാവശ്യം നല്ല സെറ്റായി. അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല എക്സാംസും ഒക്കെ ക്ലിയർ ചെയ്ത് തുടങ്ങി. അതിൻ്റെ പ്രിലിംസും മെയിൻസും ഒക്കെ ക്ലിയർ ചെയ്ത് തുടങ്ങി. ഫിസിക്കൽ ലെവലിലേക്ക് എത്തുന്ന സാഹചര്യം വന്നിരുന്നു. അപ്പോൾ ആ സാഹചര്യം ആയപ്പോഴത്തേക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ആയി. ഇപ്പം പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാർ, നമ്മൾ ഈ അല്പം ജ്ഞാനം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയപ്പോഴത്തേക്ക് നല്ല അക്കാഡമീസിൽ നിന്ന് ഓഫർ വരാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ എല്ലാ ഒരുവിധ പ്രമുഖ അക്കാഡമികളിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2023 വരെ തുടർച്ചയായിട്ട് ക്ലാസ് എടുത്തു. ഇതിൽ പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളുടെ പേരുകളൊന്നും പറയുന്നില്ല, അക്കാഡമി ഹെഡായിട്ട് വർക്ക് ചെയ്തു. പല സ്ഥാപനങ്ങളിൽ അവിടുത്തെ GKയുടെ ഹെഡായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പല ഓൺലൈൻ ഓഫ്ലൈൻ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്ത് 2023 ഞാൻ ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് ക്ലാസ്സുകളൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ നിലവിൽ ലീവിലാണ്. പിന്നെയും പഴയ തട്ടകത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് SI ജോലി. അപ്പോൾ ആ ജോലിയിലാണ് സാർ ആദ്യമായിട്ട് കയറിയത്. സാർ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ SI പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു അനുഭവം, വളരെ വേഗത്തിൽ തന്നെ ജോലി വാങ്ങിച്ച ഒരാളാണ് സാർ. ഒരുപാട് കോച്ചിങ്ങിനൊന്നും പോകാതെ തന്നെ ജോലി വാങ്ങിച്ച ഒരാളാണ് സാറ്. അപ്പോൾ സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെ, ഞാൻ PSC പരീക്ഷയ്ക്ക് അത്യാവശ്യം കോച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുള്ള ഒരാളല്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ ആയിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിനായിരുന്നു ആദ്യമായിട്ട് PSCയുടെ മാറിയ പാറ്റേൺ നേരിടേണ്ടി വന്നത്. അപ്പോൾ ആ സാഹചര്യം ഞങ്ങൾ എക്സാം ചെന്നിരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഈ എക്സാമിനോട് ഒരുപാട് പരിചിതമായിരുന്നു. കാരണം UPSCക്ക് മറ്റ് തയ്യാറെടുത്തിട്ടുള്ളത് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. അപ്പം SI എന്ന് പറയുന്ന ഒരു എക്സാം, എനിക്ക് ഫോഴ്സിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു സാറേ. ഞാൻ ആർമി ഓഫീസർ ആവാൻ വേണ്ടി UPSCയുടെ CDSും അതുപോലെ തന്നെ FCAT ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പല സാഹചര്യത്തിൽ കോൺഫറൻസ് ഒക്കെ ഔട്ടായിട്ടുള്ള ആളാണ്. അപ്പം അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡൽഹി പോലീസ് SI എക്സാം ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഫിസിക്കൽ സമയത്ത് കോവിഡ് വന്ന് അതിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഴ്സ് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള PSCയുടെ ഫോഴ്സ് തലത്തിലുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ജയിലർ, ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് വേണമെന്നായിരുന്നു ആഗ്രഹം. കൂടുതൽ ആഗ്രഹം സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. എന്തുകൊണ്ടും അത് നേടിയെടുക്കാൻ സാധിച്ചു. പ്രിപ്പറേഷനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണ് സാർ, എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സബ്ജക്റ്റിനാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തത്. അപ്പോൾ കൂടുതൽ എന്തായാലും
പ്രിപ്പറേഷനെ കുറിച്ചും മറ്റുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോകളും മറ്റുമൊക്കെ ചെയ്യാം സാറേ. ഓക്കെ, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി സാറ് നമ്മളോടൊപ്പം ഉണ്ട്. ഈ GK ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ എന്താണെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരു ഉദ്യോഗാർത്ഥി വിഭാഗമുണ്ട്. PSCയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജാണ്, ഗിഫ്റ്റാണ് അശ്വിൻ സാറ്. ഞാനത് പറയാൻ കാരണം, ഞാൻ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ ആൻസർ കീ വരുന്ന സമയത്താണ് അധ്യാപകർ എത്ര പരാജയമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ ഇംഗ്ലീഷിൻ്റെ ആൻസർ അന്നേരം തന്നെ കൊടുക്കും, മലയാളം സാറ് കൊടുക്കും, മാത്സ് സാർ കൊടുക്കും. പക്ഷേ GK ഒരു 10,000 പേരുണ്ടെങ്കിലും അവിടെ ആൻസർ കിട്ടി വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ പഠിപ്പിച്ചതൊന്നും ആയിരിക്കത്തില്ല ചോദിച്ചത്. അത് ഞാൻ പലയിടങ്ങളിലും എൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആൻസർ കീ ചെയ്തു തുടങ്ങിയപ്പം ഈ GKയുടെ എല്ലാ ആൻസേഴ്സും, പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ ആൻസേഴ്സൊക്കെ എത്ര വേഗത്തിലാണ് സാറ് തരുന്നത്. ധൈര്യമായിട്ട് എനിക്കത് കയറി പറയാം, കാരണം അതിനകത്ത് തെറ്റും വരുന്നില്ല. അപ്പോൾ അങ്ങനൊരു കോൺഫിഡൻസ് ആണ്. ഞാനൊരു അധ്യാപകനെ അളക്കുന്നത് അങ്ങനെയാണ്. കാരണം പരീക്ഷ കഴിയുമ്പോൾ തന്നെ ആൻസർ കീ ആയിട്ട് വരാൻ കഴിഞ്ഞാൽ, ആൻസർ കീ എക്സ്പ്ലനേഷനായിട്ട് വരാൻ കഴിയുന്ന ഒരു അധ്യാപകൻ അതിനകത്ത് മാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ GKയുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. സോ ഞാൻ അധികം ഇവിടെ സംസാരിക്കേണ്ടത് സാറാണ്. എൻ്റെ അടുത്ത ചോദ്യം, സാർ ഈ 2000-ന് ശേഷം ജനിച്ച, ഇപ്പോൾ ഡിഗ്രി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ഡിഗ്രി പരീക്ഷകളൊക്കെ എഴുതുന്നത്. അവരാണ് ഈ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരോട്, അവരിവിടെ പുതുമുഖമാണ്, അവരോട് എന്താണ് സാറിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ അഭിമുഖീകരിക്കുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ആദ്യം തന്നെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാജപരമായിട്ടുള്ള അവകാശവാദങ്ങളിൽ നിങ്ങൾ വീഴാതിരിക്കുക. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പല ആൾക്കാരും അവകാശപ്പെടുന്നത്, സാർ ബേസിക്കലി നമുക്ക് ഈ ക്വസ്റ്റ്യനോടെ പാറ്റേൺ എക്സാം എഴുതി പ്രൂവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ എക്സാമിനെ കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിവുള്ള, അറ്റ്ലീസ്റ്റ് ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾക്കാർ വേണം നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം കണ്ടുവരുന്നൊരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ പാറ്റേൺ, അതേ പാറ്റേൺ കുട്ടികൾക്ക് ഇപ്പോഴും അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷേ ഇവർക്ക് റാങ്ക് വരുമ്പോഴും കാര്യങ്ങൾ വരുമ്പോഴും ഒന്നും ഇവരെ പിന്നെ കാണാറില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സാർ കുട്ടികളെ വഞ്ചിക്കാതിരിക്കുക. നമ്മൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അവർക്ക് അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ നൽകാതിരിക്കുക. കാരണം ഞാനും ഒരു ആസ്പിറൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയാൻ പറ്റും എവിടെയാണ് സത്യമുള്ളത്, എവിടെയാണ് മിഥ്യമുള്ളതെന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ വിശ്വസിക്കുക. ഇപ്പം ഞങ്ങളെ പോലും നിങ്ങൾ 100% പരിപൂർണമായി വിശ്വസിക്കാതിരിക്കുക. കാരണം വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളിലാണ് നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത്. നമ്മൾ അനാവശ്യമായിട്ടുള്ള വ്യാജപ്രചരണങ്ങളോ അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങളോ ഒന്നും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ കേരളത്തിലുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളും ഏറ്റവും ബെസ്റ്റ് എഫേർട്ടും നമ്മൾ എടുത്തിരിക്കും. പക്ഷേ എന്ന് കരുതി ഞങ്ങളുടെ പഠിപ്പിക്കുന്നതിന് മാത്രമേ 100 ക്വസ്റ്റ്യൻസ് വരൂ എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ എഫേർട്ടുകൾ കൊടുക്കണം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ നന്നായിട്ട് സഹായിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ നൽകുന്ന കോൺഫിഡൻസ്. കാരണം നമ്മളിത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നേടിയെടുത്തതല്ല. കൃത്യമായിട്ട് എല്ലാ PSC പരീക്ഷകളും നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്ത്, നമ്മൾ മനസ്സിലാക്കി, അത് ക്ലിയർ ചെയ്ത് നമ്മൾ നേടിയെടുത്തിയ അറിവാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഒരു മെൻറ്ററായിട്ട് നിന്നുകൊണ്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വ്യാജ പ്രചരണങ്ങളോ അനാവശ്യമായിട്ടുള്ള മോഹന വാഗ്ദാനങ്ങളോ നമ്മൾ ഓഫർ ചെയ്യുന്നില്ല. മറിച്ച് ട്രൂ കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ നല്ല ഹാർഡ് വർക്കും. നമ്മൾ അധ്യാപകരും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് സാറേ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും സാറിൻ്റെ ചലഞ്ചറിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഇനി ഒരുപാട് എക്സാമുകൾ വരാൻ പോകുന്നല്ലോ. അപ്പോൾ സാർ എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളിലേക്ക് കൂടുതലായിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സാറിൻ്റെ ഒരു പ്ലാൻ പറയാൻ പറ്റുമെങ്കിൽ? അതെ, തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, 3 പേർക്കും 3 തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അതെ. പക്ഷേ മിക്ക ആൾക്കാരും, ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിലനിൽക്കുന്ന സിസ്റ്റത്തെക്കുറിച്ചാണ്. മിക്ക ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാത്തിനും ഒരേ ക്ലാസ്സുകൾ ഇട്ട് ഓടിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് തന്നെ മാറ്റിയിട്ട്, ഇപ്പോൾ നമ്മൾ ഒരേ ടോപ്പിക്ക്, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ 10th ലെവലിന് പഠിക്കുന്ന പോലെയല്ല +2 ലെവലിന് പഠിക്കേണ്ടത്. ഡിഗ്രി ലെവലിന് പഠിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം ഓരോരുത്തർക്ക് വേണ്ട യോഗ്യതകളനുസരിച്ച് നമ്മൾ റീഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കർത്തവ്യം. പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ 100 ദിവസം കൊണ്ടാണെങ്കിൽ ആ 100 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ തീർത്ത് മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് റിവിഷന് സമയം കൊടുക്കുക. സാർ ഇപ്പോഴത്തെ പാറ്റേണിലുള്ള ഏറ്റവും വലിയ പ്രശ്നം പഠിക്കുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ ഇപ്പം ഞാൻ ഈ ആപ്പിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല, മറിച്ച് ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ
ഇത്രയും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ള മറ്റൊരു ആപ്പ് നിലവിലില്ല. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് PYQ രീതിയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസോ നമുക്ക് ഫിൽട്ടർ ഇട്ടുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് വേറൊരു ആപ്പിനും എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാം ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പരാജയമാണ്. അതെ, അത് ശരിയാണ് സാർ. അല്ല, പക്ഷേ സാറേ, ഇപ്പം ഞാൻ നേരത്തെ തന്നെ നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ PSC ചലഞ്ചർ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഓൺലൈൻ മേഖലയിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാനൊരു ആപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട മറ്റൊരു ആപ്പിന്റെ പേര് ചലഞ്ചർ ആയിരുന്നു. അവിടുന്ന് പല കാര്യങ്ങളും നമ്മൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അന്ന്. അത് അന്ന് മുതൽ കേട്ടൊരു പേരാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ചലഞ്ചറിലോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട്. അപ്പോൾ സാറേ, അത് മാത്രമല്ല സാർ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ മിക്ക ആൾക്കാരും പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കോഴ്സ് എടുക്കുകയൊക്കെ ചെയ്യുകയാണ് പതിവ്. പക്ഷെ നമ്മുടെ ആപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് മന്ത്ലി ആയിക്കോട്ടെ, ഇയർലി ആയിക്കോട്ടെ, ടോപ്പിക് വൈസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അതിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കുറച്ചുകൂടെ എളുപ്പമാണ്, ഈസി ടു ആക്സസ് ആണ്. ഇപ്പോൾ ഡേ വൈസ് ആണെങ്കിലും ടോപ്പിക് വൈസ് ആണെങ്കിലും എല്ലാം നമുക്ക് പ്ലേലിസ്റ്റ് നൽകാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർക്ക് സാറേ ഓരോ വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം, ചില ആൾക്കാർക്ക് ടോപ്പിക് വൈസ് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതുകൂടാതെ ക്വാളിറ്റി കണ്ടന്റ് വലിച്ചു വാരി പഠിക്കുന്നതിനുപരിയായിട്ട് സാറേ നല്ല ക്വാളിറ്റി കണ്ടന്റ് വളരെ ഈസി ആയിട്ട് കുട്ടികളിലേക്ക് നല്ല രീതിയിൽ നമ്മൾ ജസ്റ്റ് PDF വെച്ചിട്ട് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതെങ്ങനെ ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിൽ അവർക്ക് അത്രയും ക്വാളിറ്റി കണ്ടന്റും പിന്നെ ക്വാളിറ്റി ക്വസ്റ്റ്യൻസും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. സാറിനി നമ്മളോടൊപ്പം ഉണ്ടാകും എല്ലാ പരീക്ഷകൾക്കും. ഇപ്പം ഹൈക്കോർട്ട് ട്രസ്റ്റിന് GK വിഭാഗം കൈകാര്യം ചെയ്യുന്ന സാറാണ്. 40 മാർക്കാണ്. എനിക്ക് അത്രമേൽ വിശ്വാസമുണ്ട്. സാറിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം സാറിൻ്റെ ക്ലാസ്സുകളിൽ തൃപ്തരാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹൈക്കോർട്ട് ട്രസ്റ്റിൻ്റെ പോലൊരു പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പരീക്ഷകളൊന്നും നമ്മൾ ഈ പറയുന്ന കേരള PSCയിലൊന്നും നടക്കുന്നില്ല. ഹൈക്കോടതി നടത്തുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷ് വിശാഖ് സാറിൻ്റെ മാത്സ്, ആർദ്ര മിസ് ഏറ്റവും സൂപ്പറായിട്ട് മലയാളം എടുക്കുന്നൊരു അധ്യാപികയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. GK, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വിഷ്ണു സാറ്, ശരത് സാറിൻ്റെ IT, നല്ല ഒരു ടീം നമുക്കിപ്പം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എനിക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ടീം അത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം. ഇനി നിങ്ങളെ നയിക്കാൻ വിശാഖ് സാറും ഞാനും അശ്വിൻ സാറും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സാറ് പറഞ്ഞ അപ്ഡേഷൻസ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പം അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാനും അപ്ഡേറ്റ് ആവേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് യൂറോപ്യൻ യൂണിയനിൽ അവസാനം ജോയിൻ ചെയ്ത കൺട്രി ഏതെങ്കിലും നോട്ട് കാണാതെ പഠിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ഞാൻ നിങ്ങളുടെ ഭാവി വെച്ചാണ് കളിക്കുന്നത്, അല്ലേ? കാരണം ചിലപ്പോൾ കഴിഞ്ഞ മാസം പുതിയൊരു കൺട്രി ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. PSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ അധ്യാപകനെ വിശ്വസിച്ച് ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷയ്ക്ക് പോയി ആ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അവർ ഒരു മാർക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ജീവിതമാണ് പോകുന്നത്. പരമാവധി യാതൊരു തെറ്റുമില്ലാതെ ക്വാളിറ്റി കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഞാനായാലും രഞ്ജി സാർ ആയാലും വിശാഖ് സാർ ആയാലും എല്ലാ അധ്യാപകരും. അത് മാത്രമാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പ്രോമിസ്. നിങ്ങളും ആത്മാർത്ഥമായി നമ്മുടെ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നീങ്ങാം, എല്ലാവർക്കും കൂടെ ഒന്നിച്ച് റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് പരീക്ഷകൾ LDC 2027 വരാൻ പോകുന്ന LDC പരീക്ഷ, ഡിഗ്രി മെയിൻസ് പരീക്ഷ, വരാൻ പോകുന്ന CPO പരീക്ഷ, എന്തോ ആയിക്കോട്ടെ, 10th പ്രിലിംസ്, +2 നിലവാരമുള്ള പരീക്ഷകൾ, എല്ലാത്തിനും ഏറ്റവും സൂപ്പർ ക്ലാസ്സുകൾ, അതെല്ലാം പുതിയ ക്ലാസ്സുകൾ, പുതിയ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. അങ്ങനെയുള്ള ക്ലാസ് കൊടുക്കുമ്പോഴാണ് ഉദ്യോഗാർത്ഥികൾക്ക് വിശ്വാസം വരുന്നത്. ഇപ്പോൾ ഹൈക്കോർട്ട് ട്രസ്റ്റിൻ്റെ അതിന് തെളിവാണ്. കാരണം ഹൈക്കോർട്ട് ട്രസ്റ്റിൽ 470 പേരാണ് 3 ബാച്ചുകളിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്തത്. കേരളത്തിൽ ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ വേറെ ഒരാളുടെ മെൻറ്റർഷിപ്പ് ബാച്ചിലില്ല. നോർമൽ ബാച്ചിനെ കുറിച്ച് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്ത ആ ക്ലാസ്സിൻ്റെ മെറിറ്റ് മാത്രമാണെന്ന് ഞങ്ങൾ പറയും. അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൻ്റെ ഫീച്ചേഴ്സ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഉദ്യോഗാർത്ഥികൾ അതിലേക്ക് വന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. വരുന്ന പരീക്ഷകളിലും കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഞങ്ങൾ തരും. അത് നമുക്കൊരു വ്രതമാണ് ഇനി അങ്ങോട്ട് എന്ന് പറയുന്നു. സാറും കൂടെയുണ്ട്. സോ ഇതൊരവസാനമല്ല, തുടക്കം മാത്രമാണ്. വീണ്ടും കാണാം. സാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം, നിങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവെക്കാം. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. വീണ്ടും വരാം. തൽക്കാലത്തേക്ക് വിടവാകുന്നു. നന്ദി, നമസ്കാരം.